എറണാകുളം എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ പോവുക തന്നെ. ദർബാർ ഹാൾ ഗ്രൗണ്ട് വിവിധതരം കൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്തുന്ന എറണാകുളത്തെ ഒരു പ്രശസ്ത ലൊക്കേഷനാണ്. കൊച്ചി മഹാരാജാവിൻ്റെ വകയായിരുന്ന ഈ 2 ഏക്കർ സ്ഥലം ദർബാർ ഹാളും ഗ്രൗണ്ടും ഉൾപ്പെട്ടതാണ്. വളരെ ഭംഗിയായി തന്നെ ഇപ്പോൾ ഹാളും ഗ്രൗണ്ടും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ടൈൽസ് പാകി നടപ്പാതകളെല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ആദ്യം ആർട്ട് ഗാലറിയിലേക്ക് പോകാം. അവധി ദിവസമായതുകൊണ്ടോ എന്തോ ഇന്ന് അധികം ആളുകളില്ല. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ദർബാർ ഹാൾ ഗാലറിയെ ഒരു ഇന്റർനാഷണൽ മ്യൂസിയത്തിന്റെ നിലവാരത്തിലുള്ള എക്സിബിഷൻ വെന്യൂ ആക്കിയിട്ടുണ്ട്. പതിവ് പോലെ ഇന്നും ഒരു ആർട്ട് എക്സിബിഷൻ ഉണ്ട്. കോമ്പൗണ്ടിന്റെ സൈഡിലായി മൂവിംഗ് ആർട്ട് ഗാലറി എന്ന ലക്ഷറി ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ പുതുമയുള്ളൊരു കോൺസെപ്റ്റാണ് സഞ്ചരിക്കുന്ന ചിത്രശാല. ഇന്ന് അതിഥികളില്ലാത്തതുകൊണ്ടോ എന്തോ അത് കാണികൾക്കായി തുറന്നിട്ടില്ല. കുറച്ചു നേരം ബസ് നോക്കി നിന്ന ശേഷം ആർട്ട് ഗാലറിയിൽ സ്മിത എം ബാബുവിൻ്റെ ഏകാംഗ കലാപ്രദർശനം ഉണ്ട് എന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് നടന്നു. ദർബാർ ഹാളിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ അറിയാം പുതിയതായി റിനോവേറ്റ് ചെയ്തതിൻ്റെ ഭംഗി. എന്തോ സെക്യൂരിറ്റി ഇന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ഹാളിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഭിത്തിയിൽ പല കലാരൂപങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഹാൾ നവീകരിച്ച ശേഷം വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നുണ്ട്. പ്രദർശിപ്പിച്ചിരിക്കുന്ന ആർട്ട് വർക്കുകളുടെ വിലവിവരങ്ങളും മറ്റു കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. കലാരൂപങ്ങൾക്ക് അധികം വില ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കലയെപ്പറ്റി വലിയ ബോധ്യമില്ലാത്തതിനാലാണെന്ന് തോന്നുന്നു. എനിക്ക് അവയെപ്പറ്റി അധികമൊന്നും മനസ്സിലായില്ല. എങ്കിലും റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും എടുത്ത ഏടുകളാണ് കലാരൂപമാക്കിയിട്ടുള്ളത് എന്ന് ഇവ കാണുമ്പോൾ മനസ്സിലാക്കാം. അവധി ദിവസം അല്ലാത്തതിനാൽ അധികം തിരക്ക് അനുഭവപ്പെട്ടില്ല. അങ്ങിങ്ങായി 1-2 ആർട്ട് ലവേഴ്സിനെ മാത്രം കണ്ടു. ഇവ സെയിലിന് വെച്ചിരിക്കുന്ന ആർട്ടുകളാണ്. വിദേശികൾ വന്നാൽ പറയുന്ന വിലയ്ക്ക് ഇവ വാങ്ങിക്കൊണ്ടുപോകും. പക്ഷെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം
വിദേശികളുടെ തിരക്ക് വളരെ കുറവാണ്. മൂന്നാമത്തെ ഹാളിലും വളരെ ഭംഗിയായി ആർട്ട് വർക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രണ്ടാം നിലയിലാണ് TK പത്മിനി ഗാലറി. കേരളത്തിലെ പൊന്നാനി സ്വദേശിയായിരുന്ന TK പത്മിനിയുടെ പെയിന്റിങ്സ് സലാർജംഗ് മ്യൂസിയം ഹൈദരാബാദിലും പിന്നെ ഇവിടെ ദർബാർ ഹാളിലുമാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഉടൻ സ്റ്റെപ്സ് കയറി മുകളിലത്തെ ഹാളിലെത്തി. ഒന്നിൽ കൂടുതൽ തവണ ലളിത് കലാ അക്കാദമി ചെന്നൈയിൽ നിന്നും അവാർഡ് നേടിയിട്ടുള്ള പത്മിനി ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ചെന്നൈയിൽ നിന്നും ഡിപ്ലോമ നേടി. പല പ്രമുഖ ടൗണുകളിലും തൻ്റെ ആർട്ട് വർക്കുകളുടെ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. പ്രമുഖ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കീഴിൽ ട്രെയിനിങ് നേടിയിട്ടുള്ള പത്മിനി തൻ്റെ 29-ാം വയസ്സിൽ മരണമടഞ്ഞു. TK പത്മിനിയുടെ ആർട്ട് വർക്കുകൾ വളരെ ഭംഗിയായാണ് മുകളിലത്തെ ഹാളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ചില എഴുത്തുകളും ഡ്രോയിങ്സും ഉള്ള ഒരു ബോക്സ് പ്രത്യേകമായും പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടു. TK പത്മിനിയുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തെ ഗ്രൂപ്പ് ഫോട്ടോകളും മറ്റും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആരും ഒപ്പം എക്സ്പ്ലെയിൻ ചെയ്തു തരാനില്ലാത്തതിനാൽ പല ആർട്ട് വർക്കുകളുടെയും അർത്ഥം ശരിയായിട്ടും ബോധ്യമായില്ല. എന്തായാലും TK പത്മിനി ഹാൾ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഹാൾ എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. TK പത്മിനിയെ കുറിച്ചുള്ള ഒരു ലഘുചിത്രം ഇവിടെ ബ്രാസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒപ്പം അവരുടെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലെ ഫോട്ടോയും പ്രദർശിപ്പിച്ചിരിക്കുന്നു. തടിയുടെ സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് നടന്നു. ആർട്ട് ഗാലറിയുടെ ഇതുവരെ ഭാരവാഹികളായിരുന്നവരുടെ ലിസ്റ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽസിൻ്റെ സ്പെഷ്യൽ റൂമുകളും നമുക്കിവിടെ കാണാം. ആർട്ട് ഗാലറിയിൽ നിന്നും ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് പയ്യെ നടന്നു.